ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതായിരുന്നു, അതുപോലെ തന്നെ മീനിങ്ങും ഡെഫിനേഷനും കൂടിയിട്ട് പറഞ്ഞതായിരുന്നു. ഓക്കെ, സോ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനേഷൻ പഠിച്ച സമയത്ത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനോ 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഡെഫിനറ്റായിട്ട് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം വരിക, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. ഓക്കെ, റെക്കോർഡിംഗ് ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ എന്താണെന്നൊന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻ ആൻ ഓർഡർലി മാനർ. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്കുള്ള അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള, ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, സാമ്പത്തികമായിട്ട് പണമിടപാടുകൾ നമ്മൾ എഴുതി സൂക്ഷിച്ച് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. എഴുതി വെക്കുന്ന സമയത്ത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഓർഡറിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, എഴുതി വെക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റെക്കോർഡിംഗ് ചെയ്യേണ്ടത് എന്തിലാണ്, ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ്. ഓക്കെ, നമ്മൾ ആദ്യം എഴുതി വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം എഴുതി വയ്ക്കുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട ബുക്കിൻ്റെ പേരാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണലിലാണ് നമ്മൾ ആദ്യമായിട്ട് റെക്കോർഡിംഗ് ചെയ്യുന്നത്. ഓക്കെ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ട്രാൻസാക്ഷൻസ് ഒക്കെ ആദ്യമായിട്ട് എഴുതി വയ്ക്കുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിൻ്റാണ് ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷനാണ് ക്ലാസിഫയിങ്. അപ്പോൾ ക്ലാസിഫയിങ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ഓരോന്ന് എവിടെ എഴുതി വെക്കണം എന്നതിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് പറയാം. ക്ലാസിഫിക്കേഷൻ ഈസ് ദ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ദി റെക്കോർഡഡ് ഡാറ്റ വിത്ത് എ വ്യൂ ടു ബ്രിങ്ങിങ് ടുഗെദർ ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ അറ്റ് വൺ പ്ലേസ്. ഓക്കെ, നമ്മൾ ആദ്യം റെക്കോർഡിംഗ് ചെയ്തു ചെയ്ത ഏത് ബുക്കിലായിരുന്നു, ജേണൽ എന്ന് പറയുന്ന ബുക്കിലായിരുന്നു. അങ്ങനെ ജേണലിൽ നമ്മൾ എല്ലാ റെക്കോർഡിങ്സും എല്ലാ ട്രാൻസാക്ഷൻസും ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഓർഡർലി മാനറിൽ എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ തരം തിരിച്ചിട്ട് ഓരോ അക്കൗണ്ടും തരം തിരിച്ചെഴുതും. അതായത് ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഇങ്ങനെ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഇങ്ങനെ ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ അക്കൗണ്ടിൻ്റെയും കീഴിൽ വരുന്ന അതേ ഒരു അക്കൗണ്ടിൻ്റെ താഴെ വരുന്ന അതേ നേച്ചറുള്ള സിമിലർ നേച്ചറുള്ള കാര്യങ്ങൾ ഒരു അക്കൗണ്ടിൻ്റെ കീഴിൽ എഴുതി വയ്ക്കും. മനസ്സിലായോ? അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കീഴിൽ അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വയ്ക്കും. ക്യാഷ് അക്കൗണ്ടിൽ അതിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം, പർച്ചേസ് അക്കൗണ്ടിൽ അതിൻ്റെ കാര്യങ്ങൾ മാത്രം, സെയിൽസ് അക്കൗണ്ടിൽ അതിൻ്റെ കാര്യങ്ങൾ മാത്രം. അങ്ങനെ ജേണലിൽ പക്ഷേ നമ്മൾ ചെയ്തത് എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ബുക്കിൽ എഴുതി വെച്ചു ജേണലിൽ. പക്ഷേ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഓരോ സ്പെസിഫിക് നേച്ചറുള്ള അക്കൗണ്ട്സ് എന്ത് ചെയ്യണം, അതിൻ്റെ കീഴിൽ എഴുതി വയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ ബുക്കിനും ഒരു പേരുണ്ട്, അത് പറയാം. The classification work is done in the book called ledger. ഓക്കെ, റെക്കോർഡിംഗ് ചെയ്തിരുന്ന ബുക്കിൻ്റെ പേര് ജേണൽ എന്നായിരുന്നു. അതുപോലെ തന്നെ ക്ലാസിഫൈങ് ചെയ്ത് എഴുതുന്ന ബുക്കിൻ്റെ പേര് ലെഡ്ജർ എന്നാണ് കേട്ടോ. ബൈ ഷോവിങ് ഈച്ച് ഐറ്റം അണ്ടർ വൺ പേജ് കോൾഡ് അക്കൗണ്ട്. അപ്പോൾ ഒരു അക്കൗണ്ട് എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാപിറ്റൽ അക്കൗണ്ട് അതിൻ്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ എഴുതും, ക്യാഷ് അക്കൗണ്ട് അതിൻ്റെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ എഴുതും, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെയും താഴെയായിട്ട് ഡ്രോയിങ്സ് അക്കൗണ്ട്, അങ്ങനെ ഓരോന്നിൻ്റെയും ഹെഡിൽ അതിനോട് വരുന്ന പ്രത്യേകതകളുള്ള, അതിൻ്റെ അണ്ടറിൽ വരാൻ സാധ്യതയുള്ള, അതിൻ്റെ നേച്ചറുള്ള കാര്യങ്ങളാണ് എഴുതി വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലാസിഫൈ മനസ്സിലായല്ലോ. ക്ലാസിഫിക്കേഷൻ എന്നും പറയാം, ക്ലാസിഫൈങ് എന്നും പറയാം. ഓക്കെ, ഇനി സമ്മറൈസിങ് ആണ്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം റെക്കോർഡിംഗ് ചെയ്തു. ഏത് ബുക്കിലായിരുന്നു, ജേണലായിരുന്നു. രണ്ടാമത് എന്ത് ചെയ്തു, ക്ലാസിഫൈങ് ചെയ്തു. ബുക്കിൻ്റെ പേരെന്തായിരുന്നു, ലെഡ്ജർ ആയിരുന്നു. ഓക്കെ, അടുത്തത് സമ്മറൈസിങ് ആണ്. സമ്മറൈസിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ പ്രസൻറ്റിംഗ് ഓഫ് ക്ലാസിഫൈഡ് ഡാറ്റ. നമ്മൾ ഓൾറെഡി ഡാറ്റാസ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, ഇൻ എ വേ വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു ദ ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അതായത് ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നതിനെ, അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് പ്രോസസ് ലീഡ്സ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്.
ഓക്കെ, അതായത് സമ്മറൈസിങ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യം പറഞ്ഞു നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം ഇൻ ദ ബുക്ക് ഓഫ് ജേണൽ. ഓക്കെ, അതിനുശേഷം ആ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ആ ക്ലാസിഫൈ ചെയ്ത് എഴുതുന്ന ബുക്കിൻ്റെ പേരാണ് ലെഡ്ജർ. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യും, പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അതായത് എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇൻറ്റേർണൽ യൂസേഴ്സിനും മനസ്സിലാകുന്ന രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യുന്നു, ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് എന്നിവ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ 4ാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അത് നമുക്കറിയാവുന്നതാണ്. അതായത് നമ്മുടെ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് മണി വിച്ച് ആർ ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. അതായത് പൈസയുടെ ബേസിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതി വയ്ക്കുള്ളൂ. അത്രയേ ഉള്ളൂ അത്. അടുത്തത് അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് എന്താണെന്ന് പറയാം. അപ്പോൾ ദ റെക്കോർഡഡ് ഫിനാൻഷ്യൽ ഡാറ്റ ആർ അനലൈസ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ എൻഡ് യൂസേഴ്സ് ക്യാൻ മേക്ക് എ മീനിങ്ഫുൾ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഓപ്പറേഷണൽ റിസൾട്ട് ഓഫ് ബിസിനസ്. ഓക്കെ, നമ്മൾ ആദ്യം റെക്കോർഡിങ് ചെയ്തു, പിന്നീട് ക്ലാസിഫൈങ് ചെയ്തു, അതിനെ സമ്മറൈസ് ചെയ്തിട്ട് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ളൂ. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് നമ്മുടെ കമ്പനിയുടെ അവസ്ഥ, നമ്മുടെ ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണ്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നോക്കുന്നതിനെയാണ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മനസ്സിലാക്കി അത് നോക്കും, നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അത് ഉറപ്പിക്കും. ഓക്കെ, ഇത് ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്, സോ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചെടുക്കുന്നു. ഓക്കെ, so analysis makes the recorded facts in the financial statements simplified by proper classification. പിന്നെ പറഞ്ഞിട്ടുള്ള interpretation explains the meaning and significance of the data so simplified. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു റെക്കോർഡിങ് ചെയ്തു, ക്ലാസിഫൈങ് ചെയ്തു, സമ്മറൈസിങ് ചെയ്തു, അതിനുശേഷം അനാലിസിസ് നമ്മളൊന്ന് നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്ന് നോക്കി അവസാനം നമ്മളൊരു തീരുമാനത്തിലെത്തി. ഓക്കെ, ഇതാണ് അവസ്ഥ. എന്ത് ചെയ്തു, നമ്മളൊരു ഒരു ഇൻ്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എന്തു പറയുക അതിനെ, നമ്മളൊരു കാര്യം പ്രവചിക്കുക മീൻസ് വ്യാഖ്യാനിക്കുക. ദാറ്റ്സ് റൈറ്റ് വേർഡ്, വ്യാഖ്യാനിച്ചു. ഓക്കെ, ഇത് പ്രോഫിറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മളിനി ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിക്കുന്നത്. ഇനി ലാസ്റ്റത്തെ ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ആണ് കേട്ടോ, കമ്മ്യൂണിക്കേറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആഫ്റ്റർ ബീയിങ് അനലൈസ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്, നമ്മൾ നോക്കി അക്കൗണ്ടൊക്കെ നോക്കിയ സമയത്ത് വി ഇൻ്റർപ്രറ്റഡ് ദാറ്റ്, നമ്മൾക്ക് മനസ്സിലായി, നമ്മൾ അപഗ്രഥിച്ചു, അല്ലെങ്കിൽ അവസാനം ഒരു കൺക്ലൂഷനിലെത്തി നമ്മുടെ ബിസിനസ് ലാഭത്തിലാണ് അല്ലെങ്കിൽ നഷ്ടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. Okay, the accounting information has to be communicated in a proper form and manner to the proper person. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് എത്തിക്കേണ്ട ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്തിക്കണം. ഓക്കെ, ദിസ് ഈസ് ഡൺ ത്രൂ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് സച്ച് ആസ് അക്കൗണ്ടിങ് റേഷ്യോസ്, ഗ്രാഫ്സ്, ഡയഗ്രാംസ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സെട്ര in addition to the usual income statement and balance sheet. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവാനായിട്ട് നമുക്ക് ഗ്രാഫുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഗ്രാഫുകൾ നമ്മൾ പറയില്ല, ബാർ ഡയഗ്രാം, പൈ ചാർട്ട്, ഇത്തരത്തിലുള്ള ഗ്രാഫുകൾ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയഗ്രാംസ്, പിന്നെ റേഷ്യോസൊക്കെ നമുക്ക് എന്തു പറയാം വരച്ച് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എൻഡ് യൂസേഴ്സിന് അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ഇത് ആവശ്യമുള്ളത് അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ആൻഡ് അഗെയിൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. എത്ര ഫങ്ഷൻസ് പറഞ്ഞു നമ്മൾ? 6 ഫങ്ഷൻസാണ് പറഞ്ഞത്. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ഏതൊക്കെയായിരുന്നു? റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് and communicates.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഷുവറായിട്ട് പഠിച്ചു വെക്കണം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.